പാലക്കാടും ചേലക്കരയും വയനാടും വിധിയെഴുതുമ്പോൾ കണക്കുകൾ പാലക്കാട് പറയുന്നത് എന്താണെന്ന് കൂടി വളരെ വേഗം നമുക്ക് നോക്കി വരാം. 2024-ലെയും 2021-ലെയും വോട്ടിന്റെ വ്യത്യാസമടക്കം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് പാലക്കാട് മണ്ഡലത്തിലേക്ക് തന്നെ ആദ്യം പോകാം. അവിടെ എന്തുതരം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് ഒരൊറ്റ ഗ്രാഫിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. നിലവിലുള്ള കണക്ക് പ്രേക്ഷകർക്ക് ഈ ബോർഡിൽ കാണാൻ സാധിക്കും. 2021-ൽ UDFന്റെ വോട്ട് 54,000 54,079 ഷാഫി പറമ്പിലിന് കിട്ടിയ ആ വോട്ട് പെർസെൻറ്റേജ് 58,389 വർദ്ധിപ്പിക്കാൻ UDFന് സാധിക്കുന്നു. 2021-ൽ 24-ലേക്ക് എത്തുമ്പോഴേക്കും വ്യത്യാസം ശ്രദ്ധിക്കണം, 4,310. നമുക്ക് ഈ ബോർഡ് വളരെ ക്ലോസ് ആയിട്ട് പ്രേക്ഷകരെ കാണിക്കാം. ഗ്രാഫിലേക്ക് എത്തിയാൽ 4,310 വോട്ടിന്റെ വ്യത്യാസമുണ്ടാവുന്നു. UDF 2021-ൽ നിന്നും 24 ആകുമ്പോഴേക്കും ആ ഗ്രാഫിലെ വളർച്ച പ്രേക്ഷകർക്ക് കാണാം. 54,079 നിന്നും 58,389 മാറുന്നു. വ്യത്യാസം 4,310 വോട്ടിൻ്റെതാണ്. അപ്പോൾ പാലക്കാട് UDF നേട്ടമുണ്ടാക്കിയെന്ന് നിസ്സംശയം പറയാം. അതും കഴിഞ്ഞ തവണത്തേക്കാൾ 4,310 വോട്ടിൻ്റെ. ആർക്കാണ് പാലക്കാട് നഷ്ടമുണ്ടാവുന്നത്? പാലക്കാട് ഏറ്റവും വലിയ നഷ്ടമുണ്ടാവുന്നത് NDA. 50,220 വോട്ടുകളാണ് 2021-ൽ E. ശ്രീധരൻ പിടിച്ചത്. ആ കണക്ക് തലകുത്തനെ ഇടിഞ്ഞ് ഏകദേശം 11,000 വോട്ടിന്റെ കുറവാണ്. 39,549 എത്തുന്നു. കൃത്യമായി പറഞ്ഞാൽ 10,671 വോട്ടുകൾ NDAക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ LDFിനുണ്ടാവുന്നതോ, LDF 2021-ലെ 36,433 എന്ന വോട്ട് നേരിയ വർധനവ് മാത്രം വരുത്തുന്നു. 37,293 860 വോട്ടിന്റെ നേട്ടമുണ്ടാക്കുന്നു. അതായത് UDFും LDFും പാലക്കാട് നേട്ടമുണ്ടാക്കുന്നു. പാലക്കാട് 4,310 വോട്ടിന്റെ നേട്ടം UDF ഉണ്ടാക്കുമ്പോൾ 860 വോട്ടിന്റെ നേരിയ ഒരു നേട്ടം മാത്രമാണ് LDFന് സ്വന്തമാവുന്നത്. പക്ഷേ പാലക്കാട്ടിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായ ഫിഗർ 10,671 BJP വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ്. നോക്കൂ, അതിൽ 4,310 വോട്ടുകൾ UDFന് ലഭിച്ചിട്ടുണ്ടാവും, 860 വോട്ടുകൾ LDFന് ലഭിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടെ നോക്കിയാലും 5,170 വോട്ടുകളെ ആവുന്നുള്ളൂ. അപ്പോഴും ബാക്കി ഏകദേശം 4,090 വോട്ടുകൾ NDAയുടേത്. പാലക്കാട് എവിടെ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. NDA ഇനി ബൂത്ത് തിരിച്ച് കണക്കെടുക്കാൻ പോകുന്നതും ഈ കണക്കിലായിരിക്കും. ഇനി ചേലക്കരയിലേക്ക് കൂടി നമുക്കൊന്ന് വളരെ വേഗം വരാം. ചേലക്കരയിൽ കണക്കുകൾ പറയുന്നു. LDF 83,415. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, 2021-ൽ K. രാധാകൃഷ്ണൻ ചേലക്കരയിൽ 83,415 വോട്ട് നേടുന്നു. 2024 ആകുമ്പോഴേക്കും 64,827 കുറയുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. എന്നാൽ നോക്കൂ, 83,000-ൽ നിന്ന് 64,000 ചുരുങ്ങുന്നു. ഏകദേശം 19,000 വോട്ടിന്റെ വ്യത്യാസം അവിടെ ഉണ്ടാകുന്നു. മൈനസ് 18,588 വോട്ടിന്റെ വ്യത്യാസമാണ് അവിടെ ഉണ്ടാവുന്നത്. മൈനസ് 18,588. 83,415 നിന്നും 64,000. UDFിൻ്റേത് 44,015 നിന്നും രമ്യ ഹരിദാസ് 52,626 വർദ്ധിപ്പിക്കുന്നു. ഏകദേശം 8,611 വോട്ടുകളുടെ വ്യത്യാസം. ഇനി NDAയുടേത് നോക്കൂ. 2021-ൽ 24,045 ആയിരുന്നത് 33,609 ആക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ BJPക്ക് ആശ്വസിക്കാനുള്ള വക 2021-നെ അപേക്ഷിച്ച് 9,564 വോട്ടുകൾ NDAക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ചേലക്കര മണ്ഡലത്തിൽ BJP ശക്തമായ വളർച്ച കാണിക്കുന്നു എന്നർത്ഥം. ഇനി ചോദ്യം ഇതാണ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ 3 തിരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ 18,880 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമ്പോൾ ഏകദേശം 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. അതേസമയം ചേലക്കരയിലെ ഭൂരിപക്ഷത്തിൽ 39,400-ൽ നിന്നും ആ ഭൂരിപക്ഷം നേരെ താഴ്ന്ന് 12,201 ആകുന്നു.
ഈ കണക്കുകൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു വർഗീയ സഖ്യകക്ഷികളുടെ മഴവിൽ സഖ്യമാണ് പാലക്കാട് കോൺഗ്രസിന് വിജയം നേടിക്കൊടുത്തത് എന്ന CPIഎമ്മിൻ്റെയും ഒപ്പം BJPയുടെയും ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നാണ്. ഈ രണ്ട് ചോദ്യങ്ങളുമാണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ, ഇനി മഴവിൽ സഖ്യങ്ങൾ, വർഗീയ സഖ്യങ്ങളുടെ മഴവിൽ സഖ്യമാണോ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി കൊടുത്തത്, BJPയുടെ രാഷ്ട്രീയ ഭാവി പാലക്കാട് ക്ലോസ് ചെയ്യുകയാണോ എന്ന മൂന്നാമത്തെ ചോദ്യവും.